ഹായ്, ഇന്ന് നമുക്കൊന്ന് കൊഴിയാളക്കറി വയ്ക്കുന്നതിന് അതായത് വലിയ കൊഴിയാളയല്ല കിട്ടിയിരിക്കുന്നത്, ചെറിയ കൊഴിയാളയാണ് കിട്ടിയിരിക്കുന്നത്. അത് ചെറിയതായതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പൊരിക്കാനാണ് ഏറ്റവും ബെറ്റർ. കറി വെച്ചാലും അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് കൊഴിയാള നല്ലതുപോലെ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അത് ഇതേ കണക്ക് ചെറിയ കൊഴിയാളയാണ്. 100 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിന് തേങ്ങ, തക്കാളി, കറിവേപ്പില, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ആണ് നമ്മൾ അരപ്പിനെടുക്കുന്നത്. എന്നിട്ട് അത് നല്ലതുപോലെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ തേങ്ങ കൂടുതലായിട്ട് അരയ്ക്കുന്നില്ല, കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ പുളിയും മുളകും അല്ല എന്നാൽ തേങ്ങാക്കറിയല്ല, ആ രീതിയിലാണ് നമ്മൾ ഇന്ന് വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കുക. പൊടികളായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അത് നമ്മളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.